നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭവന തട്ടിപ്പ് നടത്തിയ സൂപ്രണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, PK യേശുദാസിന്റെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്മിറ്റിയിൽ കൂടെ, പ്രത്യേകിച്ച് അസംബ്ലീസ് കോഡിന്റെ ജനറൽ ബോഡി തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് അവറുകൾ എന്നാണ്. അദ്ദേഹം ആ ഗ്രൂപ്പ് വിട്ട് പുറത്തു വന്നു. അദ്ദേഹം ഗ്രൂപ്പിലില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത, അദ്ദേഹത്തിന് ആ സമയത്ത് ഈ കൗൺസിലിന്റെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഉപദേശകനും നിയമകാര്യങ്ങളിൽ സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്ന് ബിലീവേഴ്സ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയെ കൂടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു വർഷവും വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്തിനാണ് വെക്കേണ്ടത്? അക്കാലത്തുണ്ടായിരുന്ന സൂപ്രണ്ട് നേരെ എന്താണ് സൂപ്രണ്ട് ചെയ്തത്? സൂപ്രണ്ട് ചെയ്തത് നല്ല മനോഹരമായ തട്ടിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അന്വേഷിച്ചാൽ, അങ്ങനെ അത്തരത്തിലൊരു രീതിയിൽ അന്വേഷിച്ചാൽ കൃത്യമായി തന്നെ ഈ വിഷയത്തിന് തെളിവുകൾ ലഭിക്കും. കാരണം സംഘടനയുടെ പൈസയാണ് പോയിരിക്കുന്നത്. സംഘടനയുടെ പൈസ, ഒരു വലിയ സമൂഹത്തിന്റെ പൈസ എടുത്ത് അത് സ്വന്തം സഹോദരിക്ക് കൊടുത്തു എന്നാണ് അക്കാലത്തെ സൂപ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സൂപ്രണ്ട് ആരെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. വർഗീസ് അവറുകൾ സൂപ്രണ്ടിന് നേരെ ഒരു അന്വേഷണം വേണം, കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നു. അതായത് എല്ലാവരും കള്ളനായിരിക്കുന്ന ഒരു കപ്പലിലാണ് ഇപ്പോൾ അസംബ്ലീസോട് കടന്നു പോകുന്നത്. കപ്പിത്താനും കള്ളൻ, അതിനകത്തുള്ള എല്ലാം കള്ളൻ. ആ ഒരു അവസ്ഥയിൽ അസംബ്ലീസോട് വന്നെത്തിയിരിക്കുകയാണ്. നോക്കൂ, വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഒരു അന്വേഷണം വേണമെന്നും ഇത് എന്തിനു ചെയ്തുവെന്നും എന്തിന് അനാവശ്യമായ കാര്യം ചെയ്തു എന്ന കാര്യം അദ്ദേഹം ചോദിക്കുന്നു. അന്നുണ്ടായിരുന്ന സൂപ്രണ്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഗോഡ് ബ്ലസ് യു. പറയുമ്പോൾ കമ്മീഷൻ വെച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പരാതിയുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കടമ്പനാട് ഒരു വീട് വിലയ്ക്ക് മേടിച്ചു. അതിനൊരു ഓമന പേരിട്ടു, പറയാരേലും സ്നേഹഭവൻ. അത് അന്നത്തെ സൂപ്രണ്ടിൻ്റെ പെങ്ങളുടെ വീടാണ്. എനിക്ക് കടമ്പനാട് ഒരുപാട് പരിചയക്കാരുണ്ട്, ചർച്ച കൂടുകാരുണ്ട്, IPC-കാരുണ്ട്. ഞാൻ പറയാൻ പോകുന്നത്, ആ വീട് വാങ്ങിയതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. കമ്മീഷൻ വെക്കുമോ? കാരണം ആ വീട് അന്നത്തെ സൂപ്രണ്ടിൻ്റെ പെങ്ങളുടെ വക, അത് വിറ്റ് പോകാതെ കിടന്നൊരു വീട്. അന്നത്തെ മാർക്കറ്റ് വിലയെക്കാട്ടി വലിയ വില കൊടുത്തത് മേടിച്ചു. അത് കമ്മിറ്റി പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് ലാഭമാണ്, സൗകര്യമാണ്, മേടിച്ച് പെങ്ങളുടെ അത് ഇടപാട് നടത്തി, അവിടെ മീറ്റിംഗ് നടത്തി, ഒരു ഭക്ഷണമെല്ലാം കൊടുത്ത് അടിച്ചു പൊളിച്ച് വിട്ടു. ഇതിൻ്റെ കാര്യം ആർക്കും അറിയില്ല. കാശ് പോയത് എവിടുന്നാണെന്നറിയാമോ? കാശ് പോയത് എവിടുന്നാ? ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പോയ കാശ്. അന്നത്തെ സൂപ്രണ്ടിൻ്റെ കാശല്ലത്. പെങ്ങൾക്ക് വീട് വിറ്റ് കാശ് കൊടുത്തു. അവിടെ എന്ത് നടന്നു എന്ന് പറയാം? സ്നേഹമോൽ എന്ത് നടന്നറിയാം? അവിടെ എന്താ ഉണ്ടാക്കിയത്? അവിടെ സഹോദരിമാരെ പാർപ്പിക്കാനായിട്ടൊരു സ്നേഹഭവനം ഉണ്ടാക്കി. അത് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിലുള്ളതാണെങ്കിൽ 15 പേര് മിനിമം വേണം. അതൊന്നുമില്ലാതെ അവിടെ നിന്നൊരു ലൈസൻസ് മേടിച്ചു. അവിടെ പാവം 2 or 3 സഹോദരിമാരെ കൊണ്ട് വെച്ചു. 10 കോഴിയെ വളർത്തിയാൽ മെച്ചമുണ്ടായിരുന്നു, ആടിനെ വളർത്തിയാൽ മെച്ചമുണ്ടായിരുന്നു, മുയലിനെ വളർത്തിയാൽ മെച്ചമുണ്ടായിരുന്നു. ഇന്നും അത് ഒരാളുടെ കസ്റ്റഡിയിലും കൺട്രോളിലുമാണത്. എന്ത് മെച്ചമുണ്ടായി പറ? കമ്മീഷൻ ഞാൻ പറയുന്നതിന് കമ്മീഷൻ വെക്കാം, നന്നായിട്ട് തെളിവ് കിട്ടും. നമുക്കത്ര നഷ്ടമുണ്ടായില്ല. കടമ്പനാട് സ്നേഹഭവൻ മേടിച്ച വകയിൽ ആർക്ക് മെച്ചമുണ്ടായി, എന്ത് മെച്ചമുണ്ടായി, സഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായി, അവിടെ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഒന്നും നടന്നിട്ടില്ല അവിടെ, ഒന്നും. കുറേ കാശ് ചിലവാക്കി, കുറേ പണം ചിലവാക്കി. മേടിക്കാൻ തന്നെയല്ല, അതിൻ്റെ മെയിൻ്റനൻസ്, മറ്റു കാര്യങ്ങൾ ഒക്കെ ആയിട്ട് കുറേ അധികം കാശ്. ഇതൊന്നും ആരും ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അറിയാനായിട്ടുള്ള സോഴ്സുണ്ട്. നമുക്ക് അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ കൺട്രോളുണ്ട്. നമ്മൾ പറയുന്നതിനെതിരായിട്ട് ആരും
തിരുവായ്ക്കെതിരായിട്ട് പറയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടത്തിപ്പോയാൽ അത് ഇക്കാലത്ത് നടക്കില്ല.